മതിയോ? അവരുടെ ഐലൻഡ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപ നൽകിയതാ തിരുസന്നിധിയിൽ വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന ആരാധന ദിവ്യകാരുണ്യേശ്വരി, പാപികളായ ഞങ്ങൾക്കെന്നും അനുഭവവേദ്യമാകുവാൻ ഒരു ഗോതമ്പത്തോളം ചെറുതായവനെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ സമയം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂട്ടിയതിന് 1000 നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും നിയോഗങ്ങളെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഇന്ന് സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കുന്നുവല്ലോ. ഈ ഭൂമിയിൽ ഞങ്ങളെ കേൾക്കാൻ ആരുമില്ല എന്ന ചിന്ത ഞങ്ങൾ അലട്ടിയപ്പോൾ ഞങ്ങൾ ഓടിയാണെന്നത് നിന്റെ സന്നിധിയിലായിരുന്നു. അവിടെ ഞങ്ങൾ കണ്ടു ഞങ്ങൾക്കായി തുടിച്ചുകൊണ്ടിരിക്കുന്ന, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ദിവ്യസക്രാരിയിൽ നമ്മുടെ സ്വന്തം ഈശോയെ അങ്ങയുടെ സ്വന്തമാകുവാൻ പ്രഫുല്ലമായി നിൽക്കുന്ന ഞങ്ങളെ വഴിയിൽ ഒരുക്കിയിരിക്കുന്ന തിന്മയുടെ ബന്ധനങ്ങളെ നീ തകർക്കണമേ. അങ്ങയോടൊപ്പമായിരിക്കാൻ ഞങ്ങൾ എപ്പോഴും നീ അനുഗ്രഹിക്കണമേ. യാക്കോബ് 4:8 പറയുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും.
നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാനായി പരിശ്രമിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവന്റെ ഭോജമാമീശോ തിരുവോസ്തിയിൽ വാഴുമീശോ, വാഴ്ത്തുന്നു ഞങ്ങൾ, സ്തുതിക്കുന്നു ഞങ്ങൾ ആരാധനായകനെ. ജീവന്റെ ഭോജമാമീശോ തിരുവോസ്തിയിൽ വാഴുമീശോ, വാഴ്ത്തുന്നു ഞങ്ങൾ, സ്തുതിക്കുന്നു ഞങ്ങൾ ആരാധനായകനെ. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്ന് പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. കർത്താവിന്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. നീതിമാൻ അതിലോടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. ഈശോയെ, അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ അങ്ങയുടെ കരുതലിന്റെ കരവലയിടത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും തരുന്നു. അങ്ങറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ഈശോയെ, നിന്റെ സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുവാൻ ഈ ഭൂമിയിലെ എത്ര മനോഹരമായ വാക്കുകൾ എടുത്താലും അതിനൊന്നും സൗന്ദര്യമില്ല എന്ന് അറിയാതെ തോന്നിപ്പോകും. പെറ്റമ്മയെ പോലെ മാറോട് ചേർക്കുന്ന ഒരപ്പനെ പോലെ ഉള്ളം കയ്യിൽ കരുതുന്ന, കൂടപ്പിറപ്പുകളെ പോലെ സ്നേഹം പകർത്തു നൽകുന്ന, ചങ്ക കൂട്ടുകാരനെ പോലെ എന്തിനാ വിഷമിക്കുന്നേ, ഞാനില്ലേ നിന്റെ കൂടെ എന്ന് ചോദിക്കുന്ന എൻ്റെ സ്വന്തം ഈശോ. നമ്മൾ കടന്നു പോകുന്ന ജീവിതാവസ്ഥ എത്ര മോശമായാലും കഠിനമായാലും ചേർത്ത് പിടിക്കാൻ ഈശോ ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലുതായി നമുക്കൊന്നും നേടാനില്ല. ഓരോ ദിനവും നിന്നോടുകൂടി ആരംഭിക്കാൻ, നിന്നോട് ചേർന്ന് നടക്കാൻ ഈശോയെ ഞങ്ങളുടെ കരം നീ പിടിക്കണമേ. ദിവ്യസക്രാരി ഞങ്ങളുടെ മധ്യസന്നിധിയിലായിരിക്കുന്ന ഈശോയെ, ദിവ്യകാരുണ്യമായി ഞങ്ങളിലേക്ക് എഴുന്നേൽക്കുന്ന ഈശോയെ, ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോയെ ഞങ്ങളിൽ നിന്നറിയണമേ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യജീവന്റെ അപ്പമേ, മധ്യജീവിതമാർഗ്ഗമേ, തൃക്കരങ്ങളിൽ വാസമാകുവാൻ എത്തിയിടും സത്യസ്വരൂപേ. നിത്യജീവന്റെ അപ്പമേ, മധ്യജീവിതമാർഗ്ഗമേ, തൃക്കരങ്ങളിൽ വാസമാകുവാൻ എത്തിയിടും സത്യസ്വരൂപേ. അങ്ങേ ആരാധിച്ചിടുന്നു, അങ്ങേ നാമത്തെ വാഴ്ത്തുന്നു, ദിവ്യകാരുണ്യനായക നിന്നെ പാടി നമിക്കുന്നു. ദിവ്യസക്രാരി എഴുന്നള്ളിയിരിക്കുന്ന ഈശോനാഥ, ഇരുൾ മൂടിയ രാത്രികൾ പലതും കാലം നമുക്ക് സമ്മാനിച്ചാലും കണ്ണുനീര് കൊണ്ട് രാവുകൾ കുതിർന്നിട്ടുണ്ടെങ്കിലും അതിനെല്ലാം അപ്പുറം സൂര്യപ്രഭയും ആറുകൾ പുലരിയും ഉണ്ടാകും. മിഴിനീർ ചാടി കെട്ടിയ മുഖത്ത് സന്തോഷത്തിന്റെ തിളക്കമാർന്ന പ്രകാശം ഒതുക്കി. ഇരുണ്ട നാളുകളിൽ ഒഴുക്കിയ കണ്ണുനീരിനും ദൈവസന്നിധിയിൽ ഉയർത്തിയ പ്രാർത്ഥനകൾക്കും തീർച്ചയായും അവിടെ ഉത്തരം നൽകും. കാരണം ദിവ്യകാരുണ്യത്തിന് മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല, തോരാത്ത കണ്ണുനീരില്ല, ഉണങ്ങാത്ത മുറിവുകളില്ല. തമ്പുരാനെ, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അറിയുന്നു. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവരെ, ഞങ്ങളുടെ ചിന്തകൾക്കും അപ്പുറം നീ ഞങ്ങളെ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ഓരോ അവസ്ഥയും നീ അറിയുന്നു.
എല്ലാം നല്ലതിനായി നന്മയ്ക്കായി മാറ്റുന്നവനെ അങ്ങേക്കൊരായിരം സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ സ്വർഗീയ നിമിഷങ്ങളിൽ, അങ്ങേ സന്നിധിയിൽ സ്വർഗീയ നിമിഷങ്ങളിൽ അതിനാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായവനെ, അങ്ങ് കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കളോട് ക്ഷമിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്തിനാ ഈശോയെ നിനക്കിത് സാധിച്ചതെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ എന്നെ വേദനിപ്പിച്ചവർ ഒരുപാടാണ്. കൂടെ പിറന്നവരും ചങ്കായി കൂടെ നടന്നവരും എന്ന് വേണ്ട. കൊടുക്കുമ്പോൾ സങ്കടം നിറച്ച് കടന്നു പോകുമ്പോൾ അവരോട് ക്ഷമിക്കാനാകാതെ എൻ്റെ തിരുരാത്രങ്ങൾ തള്ളി നീക്കാറുണ്ട്. ഈശോനാഥ, കുരിശോളം എത്തിച്ച ശത്രുക്കളോട് അങ്ങ് ക്ഷമിച്ചതുപോലെ എന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ ക്ഷമ എന്ന പുണ്യത്തിൽ ഞങ്ങളെ നിറയ്ക്കണമേ. എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച് കടന്നു പോയവരോട് ഹൃദയം തുറന്ന് ക്ഷമിക്കുവാൻ എന്നെ പഠിപ്പിക്കുന്നു. എല്ലാവരെയും തുറന്ന് സ്നേഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് താഴ്മയോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ ഭയാശങ്കകളെയും ആകുലതകളെയും ഇതാ അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. ഒന്നിനെയും നിരാശമാകാതെ അവിടുത്തെ തിരുമനസ്സാകുന്നത് മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചെല്ലാം ഞങ്ങൾക്ക് അവിടെ നിലനിർത്തുന്നത്. അവിടുത്തെ സമയമോ പദ്ധതികളോ ഞങ്ങൾക്ക് നിശ്ചയില്ല. ഈശോയെ, ഞങ്ങളുടെ പ്രതീക്ഷകളും കാത്തിരിപ്പും അങ്ങനെയാണെന്ന് അറിയുന്നുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് ശ്രമിക്കരുത്. കാരുണ്യപൂർവ്വം അവിടെ ഞങ്ങളെ കടാക്ഷിക്കരുത്. എന്ത് സംഭവിച്ചാലും ഒഴിയാത്ത വിശ്വാസം നൽകണമേ. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രകൃതമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയിൽ ഉറപ്പിച്ചു വരുത്തുന്നത്. സ്വർഗീയമായ ഉത്ഥാനവും അനുഗ്രഹവരങ്ങളും പ്രതീക്ഷിച്ച് ജീവിതത്തെ സധൈര്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൊടുക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനായേശുവേ, ആരാധനാസ്തിരൂപനേ, ആത്മാവിലുള്ള സ്നേഹമേ,
മനുഷ്യ മക്കളോടൊപ്പം വസിക്കുന്നതാകുന്നു എന്റെ ആനന്ദം എന്നറിയ ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം വസിക്കാൻ ദിവ്യ സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോനാഥ, വിശുദ്ധ കുർബാനയിലൂടെ നമ്മിലേക്ക് എഴുന്നള്ളുന്ന ഈശോയെ, യേശുവിന്റെ അഭിഷിക്തരായ പ്രിയ വൈദികരിലൂടെ ആത്മീയ ഭോജ്യമായി നമുക്ക് ഭക്ഷിക്കുവാൻ ജീവന്റെ അപ്പമായി തീർന്നവനെ നമുക്ക് ആരാധിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമ്മുടെ വകയിലൂടെ സേവനം അനുഷ്ഠിച്ചു കടന്നുപോയ എല്ലാ വൈദികരെയും മറ്റെല്ലാ വൈദികരെയും പ്രത്യേകിച്ച് നമ്മുടെ വികാരിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിത്യപുരോഹിതനായ ഈശോ, അന്യദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്ത് വരാതെ അങ്ങേക്ക് ഹൃദയത്തിൽ നിന്ന് അഭയം നൽകണമേ. വചനത്തിൽ നിന്നും അകന്നു പോകാതെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ എല്ലാ വൈദികരെയും നിരന്തരം നയിക്കുന്നത്. പ്രലോഭനങ്ങളിൽ അടിമപ്പെടാതെ അങ്ങിൽ ആശ്രയിച്ച് അവരെ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം മരണം വരെ നിറവേറ്റുവാൻ ഓരോ വൈദികരെയും അനുഗ്രഹിക്കുന്നത്. എല്ലാ സന്യാസികളെയും ആത്മായ പ്രേക്ഷിതരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറച്ച് അവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നത്. സഭയിലുള്ള ഭിന്നതകളെ നീക്കി എല്ലാവരെയും ഒരേ മനസ്സോടും ഒരുമയോടും ഐക്യത്തോടും കൂടി രമ്യതയിൽ വർദ്ധിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കൂടെ വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലായി മാംസമായി മാറുന്ന രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമിതാ. കൂടെ വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലായി മാംസമായി മാറുന്ന രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമിതാ. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധനെ സ്നേഹത്തിൻ ഭാവനെ എന്നെന്നും ആരാധിക്കാം. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധനെ സ്നേഹത്തിൻ ഭാവനെ എന്നെന്നും ആരാധിക്കാം. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഞങ്ങളുടെ അനന്തമായ സ്നേഹത്താൽ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന നിത്യജീവന്റെ പാതകളിൽ ഞങ്ങൾ അതിനെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഓരോ പ്രാവശ്യവും പരിശുദ്ധ കുർബാന ഏർപ്പെടത്തിൽ പങ്കുചേരുമ്പോഴും ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങയെ സ്വീകരിക്കുമ്പോഴും വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നറിയാതെ പതിവ് പോലുള്ള അശ്രദ്ധയോടും ഇതിനു വേണ്ടി ചെയ്യുന്നത് പോലെയുള്ള നിസ്സംഗതയോടും കാണുമ്പോഴേക്ക് പറയാൻ കരുതി വെച്ച കുറേയേറെ പരാതികളോടും കൂടെ ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുന്നേൽപ്പിക്കുന്ന അങ്ങയെ ഞങ്ങൾ തീർത്തുമുട്ടിക്കുന്നു. ഈശോയെ, വേണ്ടത്ര വിശ്വാസത്തോടെയും ഒരുക്കത്തോടെയും എല്ലാത്തിനുപരിയായ സ്നേഹത്തോടെയും അങ്ങനെ ഉൾക്കൊള്ളുവാനും അതിയായ ആഗ്രഹവും തീഷ്ണതയും ഞങ്ങളിൽ വളർത്തണം. ദുർബലമായ ഞങ്ങളുടെ വിശ്വാസശീലങ്ങളിൽ അവിടുത്തെ കൃപ ചൊരിയണമേ. ജീവിതയാത്രയിലുടനീളം അങ്ങയുടെ കൂടെ ആയിരുന്നുകൊണ്ട് അവിടുന്ന് ഞങ്ങളെ തുണയ്ക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശ്വരിയെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ
ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശ്വരിയെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ദിവസങ്ങളായി എഴുന്നേറ്റിരിക്കുന്നു, ഞങ്ങളൊപ്പമായിരിക്കുന്ന ഈശോനാഥ, അങ്ങയുടെ തിരുപ്പിറവിക്കായി ഞങ്ങളെ തന്നെ ഒന്നൊരുക്കാം. ഈ ലോകത്തിന് ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നുള്ള മംഗളവാർത്ത ആദ്യം പറഞ്ഞതും ആരാലും അധികം ശ്രദ്ധിക്കപ്പെടാത്ത, സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങളോ യോഗ്യതകളോ ഇല്ലാത്ത, ഏറ്റവും എളിമയോടെ വിനീതരായി ജീവിക്കുകയാണ് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാനുള്ള യോഗ്യതയെന്ന് ആട്ടിയവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈശോയെ, നിന്റെ സ്വരം ശ്രവിക്കാൻ തക്കവിധം എൻ്റെ ജീവിതത്തെ എളിമപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ. വിനീതരായ ആട്ടിടിയന്മാരെ പോലും എൻ്റെ ജീവിതത്തിലും നിന്റെ ഇടപെടലുകൾ ഉണ്ടാകുവാൻ, നിന്റെ സ്വരത്തിന് കാതോർക്കുവാൻ, എന്നിലെ അഹം വിടഞ്ഞ് എളിമപ്പെട്ട് ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കുവാനും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ഒട്ടേറെ രാജകൊട്ടാരങ്ങളും മണിമാളികകളും നസ്രാനായ ഈശോയുടെ പിറന്നു വീഴുവാൻ സ്ഥലമൊരുക്കി കാത്തിരിപ്പുണ്ടായിരുന്നു. പക്ഷേ അവൻ തിരഞ്ഞെടുത്തത് വെറും ഒരു കാലത്തൊഴുത്തായിരുന്നു. ദൈവപുത്രനായിരുന്നിട്ടും അവൻ ലാളിത്യത്തിന്റെ വലിയ മാതൃക നമുക്ക് തന്റെ ജനനം വഴി കാണിച്ചു തന്നു. ലാളിത്യമാണ് ഈശോയിലേക്കുള്ള വഴിയെന്ന് പുൽക്കോട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈശോയിൽ എൻ്റെ ജീവിതത്തിലും ലാളിത്യവും വിനയവും കൈമുതലാക്കി ജീവിക്കുവാൻ നീ കൃപ നൽകണം. സമ്പത്തും സൗന്ദര്യവുമല്ല നിന്നിൽ എത്തിച്ചേരാനുള്ള മാർഗമെന്നുള്ള ആഴമായ ബോധ്യം എനിക്ക് നൽകണം. നിന്നെ അന്വേഷിക്കേണ്ടതും ആഡംബരങ്ങൾക്ക് നല്ലതല്ല, മറിച്ച് ലാളിത്യത്തിന്റെ വഴിയിലാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. നിത്യസ്തുതിക്ക് യോഗ്യമായ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തകർച്ചകളും ഒന്നിനു പിറകെ ഒന്നായി കൊടുങ്കാറ്റ് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചേക്കാം. പലപ്പോഴും ഇവയിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ജീവിതം ആടി ഉടഞ്ഞു പോയേക്കാം. പ്രയാസങ്ങളും പ്രതിസന്ധികളിലും പകരം നിൽക്കാതെ അവയെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് പരിഹാരം കണ്ടെത്തി ജീവിതത്തിൽ മുൻപോട്ട് കുതിക്കാൻ ക്രിസ്മസ് ട്രീ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈശോയിൽ എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നിന്നിൽ പൂർണ്ണമായും ശരണപ്പെട്ടുകൊണ്ട് പ്രത്യാശയോടെ അവയെല്ലാം നേരിടുവാനുള്ള കൃപ നൽകണമേ. ചെറുതനലിതമായ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിരാശരാകാതെ അവയെല്ലാം ദൈവഹിതമായി നിറവേറ്റുവാൻ വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് എൻ്റെ ഹൃദയത്തിന് നൽകണമേ. നിത്യസ്തുതിക്ക് യോഗ്യമായ നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭൂമിയിൽ വന്നു
മാറുകയാണ്. കേവലം ഭൗതികമായ അലങ്കാരങ്ങൾക്കപ്പുറം നാം ചെയ്യുന്ന നന്മകളാണ് നമ്മുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുക. ഭാഗ്യമായ സൗന്ദര്യങ്ങൾക്കപ്പുറം ആന്തരികമായ സൗന്ദര്യം നേടാൻ പരിശ്രമിക്കാൻ ക്രിസ്മസ് അലങ്കാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും ആന്തരിക സൗന്ദര്യത്തെക്കാൾ ബാഹ്യമായ സൗന്ദര്യത്തിനാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത്. ഞങ്ങൾ ചെയ്ത നന്മ പ്രവൃത്തികൾ കൊണ്ട് ഞങ്ങളുടെ ആന്തരിക സൗന്ദര്യം അങ്ങ് വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കണമേ. ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ ആന്തരികമായ സൗന്ദര്യം അന്വേഷിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ, നീ എൻ്റെ സർവസ്വമാണ്. യേശുവേ, നീ എൻ്റെ ജീവനാണ്. യേശുവേ, നീ എൻ്റെ സർവസ്വമാണ്. യേശുവേ, നീ എൻ്റെ ജീവനാണ്. ലോകസുഖങ്ങളെക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ലോകസുഖങ്ങളെക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എൻ്റെ ജീവനാണീശോ, നീ എൻ്റെ പ്രാണനാണീശോ. നീ എൻ്റെ ജീവനാണീശോ, നീ എൻ്റെ പ്രാണനാണീശോ. എന്നുള്ളിൽ വാഴണമെന്നും ഞാനെന്നും നിന്റേതായി തീരണം. എന്നുള്ളിൽ വാഴണമെന്നും ഞാനെന്നും നിന്റേതായി തീരണം. യേശുവേ, നീ എൻ്റെ സർവസ്വമാണ്. യേശുവേ, നീ എൻ്റെ ജീവനാണ്. യേശുവേ, നീ എൻ്റെ സർവസ്വമാണ്. യേശുവേ, നീ എൻ്റെ ജീവനാണ്. ലോകസുഖങ്ങളെക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ലോകസുഖങ്ങളെക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എൻ്റെ ജീവനാണീശോ, നീ എൻ്റെ പ്രാണനാണീശോ. നീ എൻ്റെ ജീവനാണീശോ, നീ എൻ്റെ പ്രാണനാണീശോ. എന്നുള്ളിൽ വാഴണമെന്നും ഞാനെന്നും നിന്റേതായി തീരണം. എന്നുള്ളിൽ വാഴണമെന്നും ഞാനെന്നും നിന്റേതായി തീരണം. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദേവപുത്രാ, അങ്ങേക്ക് ആരാധന. യേശുനാഥാ, അങ്ങേക്ക് ആരാധന.
പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സെന്റ് തോമസ് യൂണിറ്റിലെ എല്ലാവരെയും, ഇവിടെ ആയിരിക്കുന്നവരെയും, ഈ സമയം ഇവിടെ എത്താൻ സാധിക്കാത്ത മക്കളെയും എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ അറിയുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. എങ്കിലും അങ്ങ് ഞങ്ങളുടെ മധ്യയിൽ ഈ സമയം വന്നിരിക്കുന്നു. ഞങ്ങളെ നേരിൽ കാണാൻ, വിശേഷങ്ങൾ തിരക്കാൻ, എന്ത് പറയണമെന്നറിയില്ല ഈശോയെ. അങ്ങേക്ക് തരാൻ എന്താ ഞങ്ങളുടെ കയ്യിലുള്ളത്? പ്രാർത്ഥനകളല്ലാതെ വേറെ ഒന്നുമില്ല. എന്നാലും ഈശോയെ, ഞങ്ങളുടെ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകളിലേക്ക് നീ കടന്നു വരണമേ. സാമ്പത്തിക പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, പരസ്പരം ക്ഷമിക്കുവാനാകാത്ത അവസ്ഥകൾ, രോഗങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥ, മക്കളുടെ പഠനം, മദ്യപാനം മൂലം തകരുന്ന കുടുംബങ്ങൾ, ദുശ്ശീലങ്ങൾ, വിദേശത്തായി പഠിക്കാനും ജോലിക്കുമായി പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, വാർദ്ധക്യ സഹിതമായ അസുഖങ്ങളാൽ കഷ്ടതയിൽ കഴിയുന്നവർ, ഞങ്ങളുടെ കൃഷികൾ, വളർത്തു മൃഗങ്ങൾ, മാനസികമായും ശാരീരികമായും അസ്വസ്ഥത അനുഭവിക്കുന്നവർ, എല്ലാവരിലേക്കും എല്ലാ മേഖലകളിലേക്കും അങ്ങ് കടന്നു വരുന്നത്. അങ്ങയുടെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാ സഹനങ്ങളും ക്ലേശങ്ങളും അങ്ങയുടെ കുരിശോട് ചേർത്ത് വയ്ക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവമഹത്വത്തിനായി ചെയ്യുവാനുള്ള കൃപ തരണമേ. അങ്ങനെ ചെയ്യുമ്പോൾ അതെല്ലാം വൻ കൃപകളാക്കി തിരിച്ചു തരുമെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് വരെ, ഇതേ സമയം വരെ ഞങ്ങളെ ഭൂമിയിൽ ജീവിക്കാൻ ഏൽപ്പിച്ച നല്ല ദൈവമേ, അങ്ങേക്ക് 1000 നന്ദി, സ്തുതി, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഞങ്ങളിൽ സ്നേഹം നിറയ്ക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്നേഹമൊക്കെ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാം തിരുവചനം പുറകിൽ എഴുതി വെച്ചിരിക്കുന്ന വചനം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അരികിൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്നും പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസമുണ്ടാകും. വലിയ ആശ്വാസത്തിന്റെ കൃപ നൽകി, അനുഗ്രഹത്തിന്റെ നിറവിൽ നൽകി, ആത്മരക്ഷയുടെ അഭിഷേകത്തിലേക്ക് നമ്മളെ ഉയർത്തുവാനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഈശോ കടന്നു വന്നിരിക്കുകയാണ്. നീ ഭവനത്തിൽ, സെന്റ് തോമസ് യൂണിറ്റിലെ ഈ ഭവനത്തിൽ കടന്നു വരുമ്പോൾ തീർച്ചയായും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെയും പ്രതീകം ഈ നിമിഷം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഈശോ വന്നിട്ടുണ്ട്. സക്കേബൂസ് കർത്താവിനെ കാണുവാനായിട്ട് സിക്കമൂർ മരത്തിൽ കയറിയിരുന്നപ്പോൾ സിക്കമൂർ മരത്തിൽ നിന്നും സക്കേബൂസിനെയും വിളിച്ചിറക്കി വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീടിനെ വിശുദ്ധീകരിച്ച കർത്താവ്, വീടിനും വീട്ടുകാർക്കും രക്ഷ നൽകിയ കർത്താവിന്റെ വലിയ കാരുണ്യം നമുക്ക് തമ്പുരാന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ എളിമയോടെ സമർപ്പിക്കാം. ദിനവൃത്താന്തത്തിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 27-ാം തിരുവചനം. ദാവീദ് രാജാവ് തന്റെ കുടുംബത്തിന് ദൈവം നൽകിയ എല്ലാ നന്മകളെയും ഓർത്ത് നന്ദി പറഞ്ഞ്, അയോഗ്യതകൾ ഏറെയുണ്ടായിട്ടും അയോഗ്യതകളെ നോക്കാതെ കൃപകളിൽ കുടുംബത്തെ അനുഗ്രഹിച്ചതിനെ കുറിച്ച് ഓർത്ത് നന്ദി പറഞ്ഞിട്ട് 27-ാമത്തെ വാക്യത്തിൽ ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക: ദൈവമേ, അങ്ങയുടെ ദാസന്റെ ഭവനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. അതുവഴി അങ്ങയുടെ ദാസന്റെ ഭവനം അങ്ങയുടെ സന്നിധിയിൽ എന്നും ആയിരിക്കട്ടെ. കാരണം അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമാണ്. എന്നേക്കും അനുഗ്രഹീതമാകുന്ന വലിയൊരു അഭിഷേകം സക്കേബൂസിന്റെ ഭവനത്തിൽ കടന്നു വന്നുകൊണ്ട് ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ മകനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുത്ത് രക്ഷിക്കുവാനായിട്ട് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് ദാവീദ് രാജാവിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ദാസന്റെ ഭവനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. അതുവഴി അങ്ങയുടെ ദാസന്റെ ഭവനം അങ്ങയുടെ സന്നിധിയിൽ എന്നുമായിരിക്കട്ടെ. കാരണം 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 അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമാണ്. ഒരിക്കൽ കൂടി കണ്ണുകളെ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എന്നേക്കും അനുഗ്രഹീതമാകുന്ന, തലമുറകളോളം അഭിഷേകപൂരിതമായി തീരുന്ന വലിയൊരു അനുഗ്രഹം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും, ഈ കുടുംബത്തിലും നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും നിറയവൻ ആഗ്രഹിച്ച് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ദാസന്റെ ഭവനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. അതുവഴി അങ്ങയുടെ ദാസന്റെ ഭവനം അങ്ങയുടെ സന്നിധിയിൽ എന്നുമായിരിക്കട്ടെ. കാരണം അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമായിരിക്കും. ഈ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ദേവീ സ്തോത്രം. സ്വരമുയരട്ടെ. ഇസ്രായേലിന്റെ സ്തുതികളുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ കർത്താവിന്റെ വലിയ അഭിഷേക സാന്നിധ്യം 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി നടന്ന് അവരുടെ മധ്യ ഞാനുണ്ട് എന്ന് പറഞ്ഞ കർത്താവിന്റെ ദിവ്യമായ സാന്നിധ്യം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലേക്കും ഈ നിമിഷം കടന്നു ചെല്ലട്ടെ. അത്ഭുതകരമായ അഭിഷേകം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും നിറയട്ടെ. എല്ലാ തരത്തിലുള്ള പൈശാചിക ബാധകളും ബന്ധങ്ങളും ഈ നിമിഷം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും വിട്ടൊഴിഞ്ഞു പോകട്ടെ. മദ്യപാനത്തിന്റെയും വൈശ്വര്യത്തിന്റെയും എല്ലാ തരത്തിലുള്ള ശുദ്ധിയുടെയും ദൈവത്തിന്റെ നിരക്കാത്ത
പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ എല്ലാം സമർപ്പിച്ചു. അത്ഭുതകരമായ ശക്തി നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും വ്യാപരിക്കട്ടെ. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ സ്വർഗ്ഗത്തിന്റെ സമ്പത്ത് വർഷിക്കുന്ന ദൈവവചന വാഗ്ദാനം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും വലിയ അനുഗ്രഹമായി 45-ാം സങ്കീർത്തനം 16 പോലെ ദൈവം കൈ തുറന്ന് അനുഗ്രഹിക്കുന്ന എല്ലാവർക്കും സംതൃപ്തി ഉണ്ടാകുന്ന വലിയ അഭിഷേകം പറയട്ടെ. ഹല്ലേലൂയ. പാവനാത്മാവേ ദൈവത്തിന്റെ മക്കൾ സകല ജനതകളുടെ മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരെ പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാരെ സ്വപ്നം കാണും. വലിയൊരു അഭിഷേകം, പുതിയ സ്വപ്നങ്ങൾ നൽകുന്ന ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുന്ന അഭിഷേക കൃപ, ദൈവത്തിന്റെ സ്വാതന്ത്ര്യം, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മിലുണ്ടാകും. ഒരു കരം ഉയരട്ടെ, വീണ്ടും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയം വലിയ അഭിഷേകം, വലിയ കൃപ, സ്വർഗ്ഗത്തിലെ വലിയ സമ്പത്ത് നമ്മുടെ എല്ലാ കുടുംബങ്ങളും നിറയുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. പിതാവായ ദൈവമേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്ന് വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പുറപ്പാട് പുസ്തകത്തിന്റെ 23-ാം അധ്യായം 25-26 വാക്യങ്ങളിലൂടെ ദൈവം പറയുന്ന വലിയൊരു വാഗ്ദാനം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കും, അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യപാനീയങ്ങളെ ഞാൻ അനുഗ്രഹിക്കും, നിങ്ങളുടെ തലമുറകളെ ഞാൻ അനുഗ്രഹിക്കും, നിങ്ങളുടെ ദേശത്ത് വന്ധ്യതയും ഗർഭഛിദ്രവും ഒന്നും ഉണ്ടാകുകയില്ല, ദീർഘായുസ് നൽകി എല്ലാ രോഗങ്ങളും എടുത്തു മാറ്റി ദീർഘായുസ് നൽകി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ വചന വാഗ്ദാനമാണ്. ഇന്ന് ഈ ആരാധനയുടെ നിമിഷം വലിയൊരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ കുടുംബങ്ങളിൽ നിറയട്ടെ. ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന അപ്പസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ 25, 26, 27 വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പൗലോസും സീലാസും അർദ്ധരാത്രിയിൽ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് കീർത്തനങ്ങൾ ആലപിച്ച് ആരാധിച്ചപ്പോൾ ആ കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങുകയും വാതിലുകൾ തുറക്കപ്പെടുകയും അവർ ബന്ധിച്ചിരുന്ന എല്ലാ ചങ്ങലകളും അഴിഞ്ഞു വീഴുകയും ചെയ്യുന്ന വലിയ അത്ഭുതകരമായ ഒരു അഭിഷേകം. അങ്ങനെ തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ 31-ാമത്തെ വാക്യത്തിൽ കാരാഗ്രഹത്തിന്റെ അധികാരി വന്ന് പൗലോസ്ലീഹായുടെ അരികിൽ വന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഈശോ പൗലോസ്ലീഹ പറയാം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആരാധിക്കുമ്പോൾ കിട്ടുന്ന വലിയ അത്ഭുതകരമായ ഒരു അഭിഷേകം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ എനിക്കും എന്റെ കുടുംബത്തിനും നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും കിട്ടുന്ന അത്ഭുതകരമായ കൃപ നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ അധ്വാനങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഈ നിമിഷം നമുക്ക് എളിമയോടെ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ജോലി വേലകളും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നല്ല ജോലിയുള്ളവരുണ്ടാകാം, ജോലി ഇല്ലാത്തവരുണ്ടാകാം, ജോലി മേഖലകളിൽ അസ്വസ്ഥതകൾ ഉള്ളവരുണ്ടാകാം, ജോലി ചെയ്തിട്ടും സാമ്പത്തികമായി ഉയർച്ചയില്ലാത്തവരുണ്ടാകാം. ഏതൊക്കെയുണ്ടോ അതിനൊക്കെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നല്ല ജോലിയുള്ളവർ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ, കർത്താവിന്റെ മുമ്പിൽ കൃതജ്ഞതയോടെ പ്രാർത്ഥിക്കട്ടെ. 50-ാം സങ്കീർത്തനത്തിന്റെ 14-ാം വചനം പറയാം, കൃതജ്ഞതയായിരിക്കട്ടെ നിങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നത്. അത്ഭുതകരമായി ദൈവം വഴി നടത്തുന്നതിനെ കുറിച്ച് ഓർത്ത് നന്ദി പറയാം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ജോലി മേഖലകളിൽ കഷ്ടത അനുഭവിക്കുന്നവർ, എത്ര അധ്വാനിച്ചിട്ടും ഒരു ഗതിയുമില്ല എന്ന് പറയുന്ന അവസ്ഥയിലുള്ളവരൊക്കെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ അധ്വാനങ്ങളിലേക്കും
കർത്താവിന്റെ അഭിഷേകാർദ്രമായ ആശീർവാദം ഈ നിമിഷം നിറയട്ടെ. അധ്വാനങ്ങൾ ഫലസമൃദ്ധമായിട്ട് തീരുവാനായിട്ട്, അധ്വാനങ്ങളിലൂടെ സാമ്പത്തികമായ അഭിവൃദ്ധി നമ്മുടെ കുടുംബത്തിനുണ്ടാകുവാനായിട്ട്, വലിയ ഒരു അഭിഷേകം നിറയുവാനായിട്ട് ആഗ്രഹിച്ച് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി അധ്വാന മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ. അധ്വാന മേഖലകളെ, കൃഷി മേഖലകളെ, ജോലി മേഖലകളെ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. ഈശോയെ ജോലി മേഖലകളിലുള്ള എല്ലാ നന്മകളോടും നന്ദി പറഞ്ഞു ഈശോയെ ഈശോയെ അവിടുത്തെ അത്ഭുതകരമായ അഭിഷേകത്തിലേക്ക് സമർപ്പിച്ചു ഈശോയെ 45-ാം തീയതി 2-3 തിരുവചനങ്ങളുടെ അഭിഷേകം നദികൾക്ക് മുമ്പേ പോയി വലകൾ തകർക്കുകയും തിരിച്ചറിവാദികൾ തകർക്കുകയും ഇരുമ്പോടായിരുന്നവരെ ഒട്ടിക്കുകയും ചെയ്യും. നിനക്ക് വേണ്ടി രഹസ്യത്തിന്റെ നിക്ഷേപങ്ങളൊക്കെ ഇതികളെയൊക്കെ ഞാൻ വെളിപ്പെടുത്തി നൽകുമെന്ന ദൈവത്തിന്റെ വചനത്തിന്റെ വാഗ്ദാനം അത്ഭുതകരമായ അധ്വാനങ്ങളിൽ സാമ്പത്തിക മേഖലയിൽ മറ്റെല്ലാ മേഖലകളിൽ ഐശ്വര്യമായി സമൃദ്ധിയായിട്ട് തീരുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ സ്തുതികളിലേക്ക് അവരുടെ സിംഹാസനം ഒരുക്കി അത്ഭുതകരമായി പരിശുദ്ധ പരമദിവ്യ കാരുണ്യ ഈശോയ്ക്ക് ആരാധിക്കുമ്പോൾ തലമുറകളെ അനുഗ്രഹിക്കുമെന്ന ഈശോയുടെ വലിയ വാഗ്ദാനം. നിങ്ങൾ എങ്ങനെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ തലമുറ വന്ധ്യതയോ ഗർഭഛിദ്രമോ നിങ്ങളുടെ ദേശത്തുണ്ടായിരിക്കുകയില്ല. തലമുറകളെ മക്കളെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ കൃപ ഈ നിമിഷം നമ്മുടെ എല്ലാ മക്കളിലും നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ കുറിച്ച് ഒരുപാട് ഉത്കണ്ഠകൾ നമുക്കുണ്ട്. പഠന മേഖലയെ കുറിച്ച്, ജോലി മേഖലകളെ കുറിച്ച്, സ്വഭാവത്തെ കുറിച്ച് എല്ലാം ഒരുപാട് സങ്കടം നമുക്കുണ്ട്, മക്കൾക്കുണ്ട്. പഠിച്ചിട്ടും എന്തോരം പഠനത്തിൽ ഉന്നതി പ്രാപിക്കാനായിട്ട് പറ്റുന്നില്ല, എത്ര പഠിച്ചിട്ടും ഓർമ്മയും നിൽക്കണില്ല എന്നൊക്കെയുള്ള ഒരു അസ്വസ്ഥത. അല്ലെങ്കിൽ ടീച്ചർക്ക് ഞങ്ങളെ ഇഷ്ടമല്ല, ടീച്ചർക്ക് ഞങ്ങളോട് താല്പര്യമില്ല, മറ്റു കുട്ടികളോടാണ് താല്പര്യം. എത്ര നന്നായിട്ട് പരീക്ഷ എഴുതിയാലും മാർക്ക് തരുന്നില്ല, മാർക്ക് കിട്ടുന്നില്ല. എത്ര നന്നായിട്ട് പഠിച്ചാലും ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നല്ലതല്ല, അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാനായിട്ട് പറ്റണില്ല. ഇങ്ങനത്തെ അസ്വസ്ഥതകളൊക്കെ മക്കൾക്കുണ്ട്. അതൊക്കെ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കണം. സെഫാനിയ 3:17 വചനം, ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിങ്ങളുടെ മധ്യയുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പൊ മക്കള് തങ്ങളുടെ പഠന മേഖലകളിലെ എല്ലാ അസ്വസ്ഥതകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നന്നായിട്ട് പഠിക്കാൻ കൃപ കിട്ടിയിട്ടുള്ള കുട്ടികളൊക്കെ ദൈവസന്നിധിയിൽ ആ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും പ്രാർത്ഥിക്കാം. മക്കളെ കുറിച്ച് ആകുലതകളുള്ള മാതാപിതാക്കളെല്ലാം ഈശോയുടെ തിരുസന്നിധിയിലേക്ക് മക്കളെ ചേർത്ത് പിടിക്കട്ടെ. മത്തായിയുടെ സുവിശേഷത്തിന്റെ 19-ാമത്തെ അധ്യായം 13, 14, 15 വാക്യങ്ങളിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈശോയുടെ അരികിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാർ തടഞ്ഞപ്പോൾ തടഞ്ഞ ശിഷ്യന്മാരെ ശാസിച്ചുകൊണ്ട് മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിന്റെ തൃക്കരങ്ങളിലേക്ക് മാതാപിതാക്കൾ ഈ നിമിഷം എല്ലാ മക്കളെയും, കുഞ്ഞുമക്കള് മാത്രമല്ല ഇത്തിരി വലിയ മക്കളൊക്കെ ഉണ്ട്, ചിലപ്പോൾ കല്യാണം കഴിഞ്ഞവരായിരിക്കും, അവരെ കുറിച്ചുള്ള നിങ്ങളുടെ ആകുലതകൾ, വേദനകൾ എല്ലാം കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഈ നിമിഷം സമർപ്പിക്കട്ടെ. വലിയൊരു അഭിഷേകം നമ്മുടെ മക്കളിലേക്ക് ഈശോ ഈ നിമിഷം നൽകട്ടെ. അവരുടെ പഠന മേഖലകളെ അവിടെ നിന്ന് വലിയ കൃപ കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളായ ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ആത്മശക്തി, ദൈവഭക്തി, ദൈവഭയം എന്നിവയാലെ നമ്മുടെ മക്കളെ അവിടെ നിന്ന് അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരു അധ്വാന മേഖലകളൊക്കെ അഭിഷേകം ചെയ്ത് ഉയർത്തട്ടെ. എല്ലാ ദുഃഖങ്ങളെയും മാറ്റുന്ന വലിയ അനുഗ്രഹത്തോടെ നമ്മുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി പകർത്തുന്ന വലിയൊരു കൃപ, നമ്മുടെ മക്കളെ കുറിച്ചുള്ള ആകുലതകളെല്ലാം സന്തോഷമാക്കി പകർത്തുന്ന, പഠന മേഖലകളെ കുറിച്ചുള്ള ദുഃഖങ്ങളൊക്കെ ആനന്ദമാക്കി പകർത്തുന്ന കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് വീണ്ടും മക്കളെ സമർപ്പിച്ച്, പഠനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി നമുക്ക് സ്തുതിച്ച് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാൽ നിറയ്ക്കണമേ. പുതിയൊരു അഭിഷേകം നൽകണമേ. സോളമന് കൊടുത്തതുപോലെ അവന്റെ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയം കൊടുത്ത് ഞങ്ങളുടെ മക്കളെ ഒക്കെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. പഠന മേഖലകളെ വിശുദ്ധീകരിക്കണമേ. അവരുടെ അധ്വാന മേഖലകളെ വിശുദ്ധീകരിക്കണമേ. അടിമത്തപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഈ നിമിഷം
എല്ലാ രോഗാവസ്ഥകളെയും രോഗികളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പലതരത്തിലുള്ള രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്നവരാണ് നമ്മളൊക്കെ. വിട്ടുമാറാത്ത ചില രോഗാവസ്ഥകളൊക്കെ, ചില പാരമ്പര്യ രോഗങ്ങളൊക്കെ, ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ കാശൊക്കെ എങ്ങനെ പോണെന്ന് പോലും നമുക്കറിയില്ല. വല്ലാത്ത സാമ്പത്തികമായ ഞെരുക്കത്തിലേക്കും കുടുംബം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്കൊക്കെ പോകാൻ പോകുന്ന രോഗാവസ്ഥകളൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ കയറി വരുന്നുണ്ട്. കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നല്ല ആരോഗ്യകരമായ ഒരു ശരീരം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. മാനസികമായാലും വൈകാരിക തലത്തിലും ബുദ്ധിയുടെ തലത്തിലൊക്കെ പുതിയൊരു അഭിഷേകം നൽകി പൂർണ്ണമായ ഒരു ആരോഗ്യത്തിന്റെ കൃപ, ദൈവികമായ സംരക്ഷണ, പൂർണ്ണമായ ഒരു ആരോഗ്യം. 1 പത്രോസ് 2:24 വചനത്തിലൂടെ അവിടെ ഞങ്ങൾക്കായി നൽകിയ വലിയ വാഗ്ദാനം, അവിടുത്തെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടു. ഈശോയെ, അവിടുത്തെ തിരുമുറിവിൽ നിന്നൊഴുകുന്ന തിരുച്ചോരത്തുള്ളി കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണമേ. എല്ലാ രോഗികളെയും കഴുകണമേ. ഇപ്പോൾ ഭവനത്തിലായിരിക്കുന്ന ഒരു മനുഷ്യ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ രോഗപീഠകൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയം നിറഞ്ഞവരൊക്കെ ഉണ്ട്. ഈശോയെ, അവരെയൊക്കെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുത്തെ പുതിയൊരു അഭിഷേകം, 107 സങ്കീർത്തനം 20 വചനം, ഈശോയെ അവിടുത്തെ വചനം അയച്ച് സൗഖ്യം നൽകി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ജ്ഞാനത്തിന്റെ പുസ്തകം 16:12 തിരുവചനം, മരുന്നോ ലേപനൌഷധമൊന്നുമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് സൗഖ്യം നൽകിയത്. രോഗികളെ സുഖപ്പെടുത്തി നാട് മുഴുവൻ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ ക്രിസ്തുവിന്റെ വലിയ ചൈതന്യം, എബ്രായ ലേഖനം 13:8 പറയുന്ന യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ അപ്പണിയ നിത്യതയോട് നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ലോകാവസാനം വരെ നമ്മോട് കൂടെ ആയിരിക്കുവാനായിട്ട് ദിവ്യകാരുണ്യമായി തീർന്ന ക്രിസ്തുവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ എല്ലാ കുടുംബത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും വലിയ സൗഖ്യമായി, അവിടുത്തെ തിരുമുറിവിൽ നിന്നൊഴുകുന്ന തിരുച്ചോരത്തിലൂടെ വലിയ അഭിഷേകം, വലിയ സൗഖ്യമായി നിറയുവാനായിട്ട് ആഗ്രഹിച്ച എല്ലാ രോഗികളെയും നമ്മുടെയും നമ്മുടെ രോഗാവസ്ഥകളെയും സമർപ്പിച്ച് ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. പൂർണ്ണമായ ഒരു ആരോഗ്യം, ആത്മീയ, ശാരീരിക, മാനസിക, വൈകാരിക തലങ്ങളിൽ പൂർണ്ണമായ ഒരു ആരോഗ്യം, അഭിഷേകത്തിന്റെ വലിയ ചൈതന്യം ഞങ്ങളുടെ എല്ലാ ജീവിതങ്ങളിലും, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും, ഞങ്ങളോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും വലിയൊരു അഭിഷേകം നൽകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയേ, നമ്മളെ കഴുകി വിശുദ്ധീകരിക്കുന്ന വലിയൊരു അഭിഷേകം, വിശുദ്ധ ജലം തളിച്ച് നമ്മളെ ഒരിക്കൽ കൂടി കർത്താവ് വെണ്മയുള്ളതാക്കി തന്റെ തിരുഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാനായിട്ട് പോകുന്ന പുണ്യമായ നിമിഷം ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധ ജലം തെളിക്കും. എല്ലാ മാലിന്യങ്ങളെയും കഴുകിക്കളയും, എല്ലാ വിഗ്രഹങ്ങളെയും എടുത്തു മാറ്റാം. നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസമായ ഹൃദയം ഞാൻ നൽകും. ആ ഹൃദയത്തിൽ എന്റെ ആത്മാവിനെ ഞാൻ നിവേശിപ്പിക്കും. എന്റെ വചനങ്ങൾ പാലിക്കുവാനായിട്ടുള്ള കൃപ ഞാൻ നിങ്ങൾക്ക് നൽകും. നിങ്ങൾ എന്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36:25, 26, 27, 28 തിരുവചനങ്ങളിലൂടെ ദൈവത്തിന്റെ വലിയ വാഗ്ദാനം. എളിമയോടെ നമ്മുടെ ജീവിതത്തെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലൂക്കായുടെ സുവിശേഷം 11:36 തിരുവചനം, ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ നിന്റെ ശരീരം മുഴുവൻ വെളിച്ചം നിറഞ്ഞതാണ് എങ്കിൽ ഒരു വിളക്ക് അതിന്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം പകരുന്നത് പോലെ നിന്റെ ശരീരം മുഴുവനും വെളിച്ചമായിരിക്കും. ഇരുളടഞ്ഞ എല്ലാ മേഖലകളെയും, ദൈവീകത കടന്നു വരുവാൻ ആഗ്രഹിക്കാത്ത എല്ലാ മേഖലകളെയും, എത്രമാത്രം പരിശ്രമിച്ചിട്ട് വിട്ടുപോകാത്ത പൈശാചികമായ പീഡകളും ദുശീലങ്ങളും മറ്റ് എന്തൊക്കെയുണ്ടോ അതിനൊക്കെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ ജലം തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ബന്ധനങ്ങളും വിട്ടൊഴിഞ്ഞു പോകുവാനായിട്ട്, ഇരുളടഞ്ഞ ഭാഗങ്ങളൊക്കെ പുതിയൊരു വെളിച്ചത്തിലേക്ക് കടന്നു വരുവാനായിട്ട്, ഇരുളിൽ കഴിഞ്ഞിരുന്ന ജനം പുതിയൊരു പ്രകാശം കണ്ടു. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, ബന്ധിതർക്ക് മോചനവും, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ചയും, കേൾവിയില്ലാത്തവർക്ക് കേൾവിയും കടന്നു വരുവാൻ, കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കുവാനായിട്ട് കടന്നു വന്ന ഈശോയുടെ വലിയൊരു അഭിഷേകം ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന നമ്മിലേക്ക് വലിയ അഭിഷേകമായിട്ട് കടന്നു വരുവാൻ ആഗ്രഹിക്കാം. ഈ നിമിഷം പരിശുദ്ധാത്മാവിന്റെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് വിശുദ്ധ ജലം വലിയ അഭിഷേകത്തോടെ നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുന്ന ആ അനുഭവത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് സ്വീകരിക്കാം. ആശ്വാസദായക
നമ്മുടെ കുടുംബങ്ങളെയും നമ്മളെയും നമ്മുടെ എല്ലാ മേഖലകളെയും നിയോഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന പുണ്യ നിമിഷമാണ്. നിൽക്കുമ്പോൾ നടുവിൽ ഒരു വഴിയിട്ടുകൊണ്ട് നിൽക്കുക. അച്ഛൻ നടുവിലൂടെ ദിവ്യകാരുണ്യം കൊണ്ട് നിങ്ങളെ ആശീർവദിച്ച് കടന്നു പോകുമ്പോൾ നമ്മൾ നിന്നുകൊണ്ട് തന്നെയാണ് ആശീർവാദം സ്വീകരിക്കുക. വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ നമ്മുടെ ഇടയിലൂടെ നമ്മുടെ നടുവിലൂടെ നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളെ തൊട്ടനുഗ്രഹിച്ച് കടന്നു പോകുന്ന ഈശോയുടെ വലിയ അത്ഭുതകരമായ അഭിഷേകം. ഇപ്പം ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു അച്ഛൻ ആശീർവാദിച്ചു കൊണ്ടുവരുമ്പോൾ മാത്രം നിങ്ങൾ അവിടെ തിരിഞ്ഞാൽ മതി. 34-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി. 145-ാം സങ്കീർത്തനം 16-ാം തിരുവചനം. കർത്താവ് കൈ തുറന്നു കൊടുക്കുന്നു, അവർക്ക് സംതൃപ്തി ഉണ്ടാകുന്നു. തിക്കിത്തിരക്കുന്ന ജനക്കൂട്ടത്തിന് നടുവിലൂടെ കർത്താവിൻ്റെ അരികിലെത്തി കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ച് അത്ഭുതകരമായ അനുഗ്രഹം സ്വീകരിച്ച രക്തസ്രാവക്കാരി സ്ത്രീയും, കർത്താവ് നീ ഒരു വാക്ക് അരുളി ചെയ്താൽ മതി, എൻ്റെ വീട്ടിൽ അത്ഭുതം സംഭവിക്കുമെന്ന് പറഞ്ഞ ശതാധിപനുമൊക്കെ നമ്മുടെ മുമ്പിൽ വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നു. വിശ്വാസത്തിൻ്റെ വലിയ വെല്ലുവിളി. ഈ ഒരു എളിമ നിറഞ്ഞ ഏറ്റവും ദൃഢമായ ഒരു വിശ്വാസത്തിൻ്റെ ഒരു വെല്ലുവിളി. എളിമയോടെ ഈ വിശ്വാസത്തിൻ്റെ വലിയൊരു അഭിഷേകം നമ്മിൽ നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ഒരിക്കൽ കൂടി നമുക്ക് ദിവ്യകാരുണ്യത്തിലേക്കായി സമർപ്പിക്കാം. കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നിവിടെ ആയിരിക്കുമ്പോൾ ഈ കുടുംബത്തെ ഏറ്റവും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ യൂണിറ്റിലെ എല്ലാ ഭാരവാഹികളെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യൂണിറ്റിനെ നയിക്കുന്നവരും യൂണിറ്റിൽ നിന്നും പള്ളിയുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ കമ്മിറ്റികളിലൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും, ഇപ്പോൾ പ്രവർത്തിക്കുന്നവരെയും, ഇത്രയും നാൾ ഇതിനു മുന്നൊക്കെ പ്രവർത്തിച്ചവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരിലൂടെ നൽകപ്പെട്ട എല്ലാ നന്മകളെയും ഓർത്ത് നന്ദി പറയാം. ഇനിയും കൂടുതൽ നന്മകൾ അവരിലൂടെ, ഇനിയും ശുശ്രൂഷകളിലൂടെ കടന്നു വരുന്നവരിലൂടെ നൽകപ്പെടുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ യൂണിറ്റിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട വൈദികരെയൊക്കെ സമർപ്പിക്കാം. ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ സമർപ്പിക്കാം. വലിയൊരു അഭിഷേകം അവരുടെ ശുശ്രൂഷ മേഖലകളിലൊക്കെ നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മരണം മൂലം പിരിഞ്ഞുപോയവരുടെ ആത്മാവുകൾക്ക്, പ്രത്യേകിച്ച് ഈ നാളുകളിൽ, അടുത്ത നാളുകളിലൊക്കെ മരണം മൂലം പിരിഞ്ഞു പോയവരുടെയൊക്കെ ആത്മാവുകൾക്ക് നിത്യശാന്തി കിട്ടുവാനായിട്ട് നിത്യജീവന്റെ കൃപ പകരുന്ന പുനരുത്ഥാനവും ജീവനുമായി ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ യൂണിറ്റ് അതിർത്തിയിലുള്ള നാനാജാതി മതസ്ഥരായ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും കർത്താവ് തൊട്ടനുഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിക്കാം. വലിയ ഒരു അഭിഷേകത്തോടെ, വലിയൊരു ആഗ്രഹത്തോടെ കർത്താവ് നൽകുന്ന അനുഗ്രഹത്തെ കണ്ണിൽ കണ്ട് തൊട്ടനുഭവിക്കുന്ന അഭിഷേകത്തോടെ സ്വീകരിക്കുവാനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യകാരുണ്യമേ
ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ തിരുമണിക്കൂറിൽ അവിടുന്ന് പകർന്ന എല്ലാ നന്മകളെയും എല്ലാ കൃപകളെയും നമുക്ക് ഓർക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിനും കുടുംബത്തിനും ആവശ്യമായി നൽകിയ എല്ലാ വരദാനങ്ങളും അനുഗ്രഹങ്ങളും നിറവ് എല്ലാം ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എന്റെ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എല്ലാവർക്കും അറിയാവുന്ന കയ്യടിച്ച് പാടാവുന്ന ഒരു പാട്ട്, സന്തോഷത്തോടെ കയ്യടിച്ച് പാടാവുന്ന ഒരു പാട്ട്. യേശു നല്ലവൻ എന്ന പാട്ട് എല്ലാവർക്കും അറിയാവോ? ആ പാട്ട് പാടാം. യേശു നല്ലവൻ യേശു നല്ലവൻ അവൻ നല്ലവൻ അവൻ ദയയോ എന്നുള്ളത്. തിരുവെള്ളത്തിൽ ഇരച്ചിപ്പോടെ സ്തുതിച്ചിടുവാൻ അവന്റെ നാമം. തിരുവെള്ളത്തിൽ ഇരച്ചിപ്പോടെ സ്തുതിച്ചിടുവാൻ അവന്റെ നാമം. ഉയർത്തിവീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈകളടിച്ച് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനിങ്കലേക്ക് ചാഞ്ഞു കേട്ടല്ലോ. നാശകരമാം കുഴിയിൽ നിന്നും തുഴഞ്ഞ ചെറ്റിൽ നിന്നും കയറ്റി. നാശകരമാം കുഴിയിൽ നിന്നും തുഴഞ്ഞ ചെറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ
ഭയങ്കര ഇഷ്ടം. ഞാൻ അച്ഛനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ മധുരണ്ടല്ലോ.